രാഹുൽ MLA വിഷയത്തിൽ എൻ്റെ പേര് പരാതിക്കാരി പരാതിയിൽ പറഞ്ഞെന്ന് ഞാൻ മാധ്യമങ്ങളിലൂടെ അറിഞ്ഞു. തുടർന്ന് എനിക്കറിയാവുന്ന കാര്യങ്ങൾ പറയാൻ മുഖ്യധാരാ മാധ്യമങ്ങൾ ആരും സ്പേസ് തരാതെ ഇരുന്നപ്പോൾ ഞാൻ ഇതേ ഫേസ്ബുക്കിലൂടെ പൊതുവിടത്ത് പറഞ്ഞു. ഒരു കാര്യത്തിൻ്റെ രണ്ട് വശവും പറയാനുള്ള അവസരം പോലും നിഷേധിക്കുന്ന സമീപനമാണ് മാധ്യമങ്ങൾക്കുള്ളത്. അത് ശരിയാണോ എന്ന് അവർ തന്നെ പരിശോധിക്കട്ടെ. തുടർന്ന് ഞാൻ ഇന്നലെ ഫേസ്ബുക്കിൽ ഒരു പോസ്റ്റ് ഇട്ടതിന് ശേഷം എനിക്കെതിരെ രൂക്ഷമായ സൈബർ ആക്രമണമാണ് ഇടത് കേന്ദ്രങ്ങളിൽ നിന്നും ഉണ്ടാകുന്നത്. എന്നെയും എൻ്റെ കുടുംബത്തെയും വരെ ആക്രമിക്കുന്നു. അപ്പോൾ കാര്യങ്ങൾ ഒന്നുകൂടി വിശദമാക്കാം എന്ന് കരുതി. എന്നോട് സംസാരിച്ചിരുന്നതിൻ്റെ അവസാന കാലത്ത്, അതായത് 2 മാസം മുൻപ്, രാഹുൽ MLA കാണാൻ പരാതിക്കാരി പലവട്ടം എന്നോട് അവസരം ചോദിച്ചു. പലവട്ടം ഒഴിവാക്കാൻ നോക്കി. നിർബന്ധം സഹിക്കവയ്യാതെ വന്നപ്പോൾ പാലക്കാട് ഓഫീസിൽ ചെന്ന് കാണാം എന്ന് പറഞ്ഞപ്പോൾ അത് പോരാ, സ്വകാര്യത വേണമെന്നും ഓഫീസിൽ എപ്പോഴും പാർട്ടിക്കാരും സ്റ്റാഫും ഒക്കെ ആയതുകൊണ്ട് സ്വകാര്യത ലഭിക്കില്ലെന്ന് അവർ പറഞ്ഞു. രാഹുൽ MLA ഫ്ളാറ്റിൽ കാണാമെന്നും 3-4 മണിക്കൂറെങ്കിലും സമയം വേണമെന്നും പരാതിക്കാരി എന്നോട് പറഞ്ഞു. ഫ്ളാറ്റിൽ രാത്രിയാണെങ്കിലും കണ്ടാൽ മതിയെന്ന് അവർ പറഞ്ഞു. ഫ്ളാറ്റിൽ അസൗകര്യമാണെന്ന് പറഞ്ഞപ്പോൾ എങ്കിൽ ഒരു ഡ്രൈവ് പോകണം എന്നും MLA ബോർഡ് വെച്ച വണ്ടി വേണ്ട, അവർ വരുന്ന വണ്ടി മതി എന്നും അവർ എന്നോട് പറഞ്ഞു. 2024 ഏപ്രിലിൽ ബലാത്സംഗം ചെയ്തു എന്ന് അവർ പറയുന്ന ആളിനെ 2025 ഒക്ടോബറിൽ ഐ പ്രിഫർ ഹിസ് ഫ്ലാറ്റ്, സേഫ് പ്ലേസ്, നൈറ്റ് ആയാലും കുഴപ്പമില്ല, ഇത് ആ പറയുന്ന പരാതിക്കാരിയുടെ വാക്കുകളാണ് എന്ന് അവർ പറഞ്ഞതിൻ്റെ തെളിവുകൾ എൻ്റെ കയ്യിലുണ്ട്. അങ്ങനെ അവർ പറഞ്ഞത് അറിയാവുന്നത് കൊണ്ടാണ് അവർ ബലാത്സംഗ പരാതി പറഞ്ഞത് അത്ഭുതപ്പെടുത്തി എന്ന് ഞാൻ പറഞ്ഞത്. 2024 3 മണിക്കൂർ ബലാത്സംഗം ചെയ്ത ആളെ 2025 ഒക്ടോബറിൽ അതേ 3 മണിക്കൂർ ഒറ്റയ്ക്ക് കാണണമെന്ന് പറയുന്നതിൻ്റെ ലോജിക്ക് എന്താണ്? എല്ലാവർക്കും ബോധ്യമാകാൻ വേണ്ടി ഞാൻ ഈ സ്ക്രീൻഷോട്ടുകൾ ഇവിടെ പങ്കുവയ്ക്കുന്നു. NB സ്ക്രീൻഷോട്ടുകളിലോ എഴുത്തിലോ കേസിലെ പരാതിക്കാരി ബ്രാക്കറ്റിൽ അതിജീവിത പേരോ ചിത്രമോ മേൽവിലാസമോ ഐഡന്റിറ്റിയോ വെളിപ്പെടുത്തുന്ന തരത്തിലുള്ള മെസ്സേജോ ഒന്നും തന്നെ ഉൾപ്പെടുത്തിയിരിക്കുന്നതല്ല എന്ന് പറഞ്ഞുകൊണ്ടാണ് ഫെനി നൈനാൻ ഇന്ന് രാവിലെ മണിക്കൂറുകൾക്ക് മുമ്പ്, നമ്മൾ സംസാരിക്കുന്നതിൻ്റെ മണിക്കൂറുകൾക്ക് മുമ്പ് ഒരു 5 സ്ക്രീൻഷോട്ടുകൾ ഫെനി നൈനാൻ പങ്കുവെക്കുന്നുണ്ട്. ആ 5 സ്ക്രീൻഷോട്ടുകൾ കണ്ടു കഴിയുമ്പോൾ നമുക്ക് ഒരു കാര്യം വ്യക്തമാണ്. എന്താണ് കാര്യം? ഇതും മുഞ്ചി. അങ്ങനെ ഈ പരാതിയും സ്വാഹ. ഇപ്പോ മാധ്യമങ്ങളിൽ ഞാൻ ആ സ്ക്രീൻഷോട്ടുകളിലേക്ക് വരാം. അതിനു മുമ്പ് ഫെനി നൈനാൻ ഇങ്ങനെ ഒരു കുറിപ്പ് പങ്കുവെക്കുന്നു. ആ കുറിപ്പിനോടൊപ്പം 5 സ്ക്രീൻഷോട്ടുകൾ ഫെനി നൈനാൻ പങ്കുവെക്കുന്നു. ഈ ഒരു ഫേസ്ബുക്ക് കുറിപ്പ് പുറത്തു വന്നതിന് പിന്നെ മാധ്യമങ്ങളിൽ വലിയ ചർച്ചയാണ്. രാഹുലിനെ രക്ഷിക്കാൻ വേണ്ടി ഫെനി നൈനാൻ ഈ വാട്സപ്പിന്റെ ആധികാരികതയെ കുറിച്ച് നമുക്ക് അറിയില്ല എന്നൊക്കെയാണ് മാധ്യമങ്ങൾ പറയുന്നത്. അതെന്താ? രാഹുൽ മാങ്കൂട്ടത്തിന്റെ ഭാഗം ആരും പറയാൻ പാടില്ലേ? പരാതിക്കാരിയുടേത് പറയാൻ 10,000-കണക്കിന് ആളുകളുള്ളപ്പോ രാഹുൽ മാങ്കൂട്ടത്തിന്റെ ഭാഗം പറയാൻ ഒരാളെങ്കിലും വേണ്ടേ? രാഹുലിൻ്റെത് പറയുമ്പോൾ മാത്രം ആധികാരികതയില്ല, വിശ്വാസ്യത കുറവാണ്, ഇത് ഫേക്കായിട്ട് ഉണ്ടാക്കിയതാണോ? അങ്ങനെയാണെങ്കിൽ നിങ്ങൾ ഈ മാധ്യമങ്ങൾ പുറത്തുവിടുന്ന സ്ക്രീൻഷോട്ടുകൾ, ആ സ്ക്രീൻഷോട്ടുകളുടെ ആധികാരികത ആരെങ്കിലും പരിശോധിച്ചിട്ടുണ്ടോ? എവിടെയെങ്കിലും ടെസ്റ്റ് നടത്തിയിട്ടുണ്ടോ? ആ സ്ക്രീൻഷോട്ടുകളും രാഹുൽ മാങ്കൂട്ടത്തിൽ നിന്ന് പറയുന്ന നിങ്ങൾ പ്രചരിപ്പിക്കുന്ന ഓഡിയോ ക്ലിപ്പുകൾക്കും എന്താണ് ആധികാരികത? അതിന്റെ ശാസ്ത്രീയമായ തെളിവ് അല്ലെങ്കിൽ പരിശോധന, ഒരു സയന്റിഫിക് ടെസ്റ്റ്, അങ്ങനെയാണല്ലോ. ഡിജിറ്റൽ തെളിവുകൾ കോടതിയിലേക്ക് എത്തുമ്പോൾ അതിന് സയന്റിഫിക് ടെസ്റ്റ് നടത്തി അതിന്റെ ആധികാരികത ഉറപ്പുവരുത്തണമെന്നാണ്. ആരാണ് രാഹുലിനെതിരെയുള്ള ഈ ഡിജിറ്റൽ തെളിവുകളുടെ ആധികാരികത ഉറപ്പുവരുത്തിയത്? ആരാണ്? കേരളത്തിലെ പോലീസ് ഉറപ്പുവരുത്തിയിട്ടുണ്ടോ? രാഹുലിനെതിരെ നിങ്ങൾ പുറത്തുവിടുന്ന മാധ്യമങ്ങൾ പുറത്തുവിടുന്ന ഓഡിയോ ക്ലിപ്പുകളുടെ ആധികാരികത എന്താണ്? ഇപ്പൊ രാഹുലിന് വേണ്ടി ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ ഉടനടി അതിന്റെ ആധികാരികത വേണം. രാഹുലിനെ രക്ഷിക്കാനാണ്. എങ്ങനെയാണ്? രാഹുലിനെ രക്ഷിക്കാൻ തന്നെയാണ്. കാരണം രാഹുലിനെതിരെ ഉള്ളത് വെറും വ്യാജ പരാതികളാണ്, എല്ലാം ഫേക്ക് ആക്കിയിട്ട് ഉണ്ടാക്കിയതാണ്. ഒരു ബലാത്സംഗവും ഒരു പീഡനവും എവിടെയും നടന്നിട്ടില്ല. ഇപ്പോ ഒരു കാര്യം ഉറപ്പാണ്. എന്താണ് ആ കാര്യം? ആ കാര്യം ഈ പരാതിക്കാരിക്ക് ഫെനി നൈനാനെ അറിയാം, രാഹുൽ മാങ്കൂട്ടത്തിലിനെ അറിയാം. അവർ ഫെനി നൈനാനോട്
അവർ ഫെന്നി നൈനാനോട് സംസാരിച്ചിട്ടുണ്ട്, രാഹുൽ മാങ്കൂട്ടത്തിനോടും സംസാരിച്ചിട്ടുണ്ട്, രാഹുൽ മാങ്കൂട്ടത്തിനെയും കണ്ടിട്ടുണ്ട്. പിന്നെ എങ്ങനെയാണ് ഇത് പീഡനമാകുന്നത്? ഇനി അടുത്ത ഒരു സ്റ്റെപ്പിലേക്ക് നമുക്ക് പോകാം. 2024 ഏപ്രിലിൽ ആദ്യ കൂടിക്കാഴ്ചയിൽ 3 മണിക്കൂർ മുഖത്ത് തുപ്പി, മുഖത്തടിച്ച്, ക്രൂരമായി മർദ്ദിച്ച് 3 മണിക്കൂർ പീഡിപ്പിച്ചു എന്നാണ് പരാതിയിൽ പറയുന്നത്. ആ പരാതിയിൽ പറയുന്ന ആള് 2025 ഒക്ടോബർ 16, 18, 20 ഈ 3 ദിവസങ്ങളിലുള്ള സ്ക്രീൻഷോട്ടുകളാണ് ഫെന്നി നൈനാൻ പുറത്തുവിട്ടിരിക്കുന്നത്. 2025 ഒക്ടോബർ 16, ഒക്ടോബർ 18, ഒക്ടോബർ 20, ഒക്ടോബർ 22 ഒക്കെയുള്ള ഇത്രയും ദിവസങ്ങളിലുള്ള പരാതികളാണ് ഫെന്നി നൈനാൻ പുറത്തുവിട്ടിരിക്കുന്നത്. അവിടെയും തീരുന്നില്ല. അത് കഴിഞ്ഞിട്ട് 2025 ഒക്ടോബർ 28 ഇവർ ഫെന്നി നൈനാനോട് സംസാരിച്ചിട്ടുണ്ട്. അത് എന്താണ് എന്ന് സ്ക്രീൻഷോട്ടിലില്ല. എന്താണെങ്കിലും ഈ ഇത്രയും ദിവസത്തെ സ്ക്രീൻഷോട്ട് 2024 ഏപ്രിലിൽ പീഡിപ്പിച്ചു എന്ന് പറയുന്ന വ്യക്തിയെ 2025 ഒക്ടോബറിൽ ആ വ്യക്തി രാഹുൽ മാങ്കൂട്ടത്തിനെ കാണണം. അതും സ്വകാര്യമായിരിക്കണം, അതും സേഫ് ആയിരിക്കണം, അതും പ്രൈവസി ഉണ്ടാവണം. അതും 2024 ഏപ്രിലിൽ 3 മണിക്കൂർ പീഡിപ്പിച്ചു എന്ന് പറഞ്ഞ അതേ ദൈർഘ്യം 3 മണിക്കൂർ 4 മണിക്കൂർ വേണം. 5 മിനിറ്റ് പോരാ, 10 മിനിറ്റ് പോരാ, അരമണിക്കൂർ പോരാ, 3/4 മണിക്കൂർ പോരാ, 1 മണിക്കൂർ പോരാ, 1.5 മണിക്കൂർ പോരാ, 2 മണിക്കൂർ പോരാ, 2.5 പോരാ, 3.5 പോരാ, 3 പോരാ, 3.5 പോരാ, 4 വേണം. അപ്പോ അതെന്താണ് എന്നാണ് ഇതിന്റെ ഒരു ലോജിക്ക് മാത്രം എനിക്ക് പിടുത്തം കിട്ടുന്നില്ല. അപ്പോ ഒരു കാര്യം ഉറപ്പാണ്, ഇതും സ്വാഹ. രാഹുൽ മാങ്കൂട്ടത്തിനെ അറസ്റ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ, രാഹുൽ മാങ്കൂട്ടത്തിനെ കസ്റ്റഡിയിൽ എടുത്തിട്ടുണ്ടെങ്കിൽ, രാഹുൽ മാങ്കൂട്ടത്തിനെ വേട്ടയാടിയതാണ്. ആ വേട്ട രാഹുലിനെ നശിപ്പിക്കണം, അയാളെ പാതാളത്തിലേക്ക് ചവിട്ടി താഴ്ത്തണം എന്നുള്ള വ്യക്തമായ ലക്ഷ്യത്തോടു കൂടി തന്നെയാണ്. ഇനി നമുക്ക് ഈ പറയുന്ന സ്ക്രീൻഷോട്ടിലേക്കൊന്ന് പോകാം. സ്ക്രീൻഷോട്ട് ഇപ്പോൾ ഫെന്നി നൈനാൻ പങ്കുവെച്ച രീതിയിലാണ് ഞാൻ വായിക്കുന്നത്. 1 മുതൽ 5 വരെ ഉള്ളതിൽ നമുക്ക് വായിക്കാം. അതിൽ ആദ്യം തന്നെ ഫെന്നി നൈനാൻ ചോദിക്കുന്നു, പിന്നെ എത്ര ഡേക്കുള്ളിൽ ആണ് കാണേണ്ടത്? അതിന് മറുപടിയായിട്ട്, എപ്പോ ആണേലും കുഴപ്പമില്ല, ആൾക്ക് ഒട്ടും തിരക്കില്ല, പ്രോഗ്രാംസ് ഇല്ലാത്ത ദിവസം, പ്രോഗ്രാംസ് ഇല്ലാത്ത ഡേ എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഞാൻ ഇതിൽ പറഞ്ഞ പോലെ തന്നെ വായിക്കാം. ഓക്കെ, നൈറ്റ് ആണെങ്കിലും ഓക്കെ. എന്നിട്ട് ഐ പ്രിഫർ ഹിസ് ഫ്ലാറ്റ്, സേഫ് പ്ലേസ് വേണം, സമാധാനമായിട്ട് സംസാരിക്കാനും സമയം വേണം, അത്രയേ ഉള്ളൂ. ഓക്കെ എന്ന് ഫെന്നി നൈനാന്റെ മറുപടി. നെക്സ്റ്റ് മന്ത് ആണേലും ഓക്കെ, അതിനപ്പുറം പോവാൻ പറ്റില്ല. അതിന് ഫെന്നി നൈനാൻ ഒരു വോയിസ് ക്ലിപ്പാണ് അങ്ങോട്ട് അയച്ചിരിക്കുന്നത്. 25 സെക്കൻഡിന്റെ ഒരു വോയിസ് ക്ലിപ്പ്. അത് എന്താണെന്ന് നമുക്ക് കേൾക്കാൻ കഴിയില്ല, കാരണം ഇത് സ്ക്രീൻഷോട്ടാണ്. ഇനി അത് കഴിഞ്ഞിട്ട് വീണ്ടും യുവതിയുടെ മറുപടി വരുന്നു, എനിക്ക് എവിടെയാണെങ്കിലും കുഴപ്പമില്ല, സേഫ് പ്ലേസ് ആയാൽ മതി, ഡേ ആണെങ്കിൽ എനിക്കും സൗകര്യം, പിന്നെ എനിക്ക് വേറെ പ്രോഗ്രാംസ് ഉണ്ട്, വേറെ പണി ഉണ്ട് എന്ന് പറഞ്ഞ് ഓടാൻ പറ്റില്ല. പകൽ സമയമാണെങ്കിൽ എനിക്ക് വേറെ പ്രോഗ്രാം ഉണ്ട്, ജോലിയുണ്ട് എന്ന് പറഞ്ഞ് രാഹുലിന് ഓടാൻ പറ്റില്ല. എനിക്ക് ഏത് സമയം തന്നാലും ഓക്കെയാണ്, ഡേ ആണെങ്കിലും ഓക്കെയാണ്. പക്ഷെ എനിക്ക് ടൈം തന്നിട്ടുണ്ടെങ്കിൽ ആ ടൈമിൽ വേറെ പ്രോഗ്രാം ഉണ്ട്, അങ്ങോട്ടും ഇങ്ങോട്ടും എന്ന് പറഞ്ഞ് തെറ്റാൻ പറ്റില്ല എന്നാണ് പറയുന്നത് യുവതി. അത് കഴിഞ്ഞിട്ട് ഓക്കെ എന്ന് പറഞ്ഞിട്ട് ഇനി അടുത്തത് പറയുന്നത്, എനിക്ക് എവിടെയാണെങ്കിലും കുഴപ്പമില്ല, സേഫ് പ്ലേസ് ആയാൽ മതി, ഡേ ആണെങ്കിലും സൗകര്യം, പിന്നെ വേറെ പ്രോഗ്രാം ഉണ്ടെന്ന് പറഞ്ഞ് ഓടാൻ പറ്റില്ല. ഞാൻ നാട്ടിൽ വന്നതും ഇത്രയും വെയിറ്റ് ചെയ്ത് തന്നെ ഈ കുറച്ച് കൂടുതൽ സമയം കിട്ടാൻ വേണ്ടിയിട്ടാണ്. പരാതിക്കാരി വിദേശത്താണെന്ന് പരാതിയിൽ പറയുന്നുണ്ടായിരുന്നു. അപ്പൊ നാട്ടിൽ വന്നതും ഇത്രയും ദിവസം വെയിറ്റ് ചെയ്തതും കൂടുതൽ സമയം കിട്ടാൻ വേണ്ടിയിട്ടാണ്. ഓഫീസിൽ പോയി കാണാൻ ആയിരുന്നേൽ എനിക്ക് എന്നെ പോയി കാണാമായിരുന്നു. ഓഫീസിൽ പോയി കാണാനായിരുന്നെങ്കിൽ എനിക്ക് എന്നെ പോയി കാണാമായിരുന്നു. എനിക്ക് വേറെ ആരും ഉണ്ടാവാൻ പാടില്ല, ഞങ്ങൾ രണ്ടും മാത്രം, ഒരു ആശ്ചര്യചിഹ്നം, അത്രയേ ഉള്ളൂ. ഓക്കെ, അപ്പോൾ അതിന് ഫെന്നി നൈനാൻ മറുപടി, ഓക്കെ പുള്ളിയോട് ചോദിച്ചിട്ട് പറയാം. എന്നിട്ട് പിന്നെ ഒക്ടോബർ 18 2025 ഇത് ഇത്രയും കാര്യങ്ങൾ പറഞ്ഞിരിക്കുന്നത് ഒക്ടോബർ 16 അത് കഴിഞ്ഞ് ഒക്ടോബർ 18 2025 വീണ്ടും ഫെന്നി നൈനാൻ പറയുന്നു, ഓഫീസ് ആയിരിക്കും നല്ലത് എന്നാണ് പറഞ്ഞത് എന്നാണ് ഫെന്നി നൈനാൻ മറുപടി പറയുന്നത്. എത്ര ടൈമാണ് ഉദ്ദേശിക്കുന്നത്?
എത്ര ടൈമാണ് ഉദ്ദേശിക്കുന്നത് എന്ന് ചോദിച്ചു. ഓഫീസ് എനിക്ക് കംഫർട്ടബിൾ അല്ല. യുവതിയുടെ മറുപടിയാണ്, ഓഫീസ് എനിക്ക് കംഫർട്ടബിൾ അല്ല, അങ്ങോട്ട് എല്ലാവർക്കും ആക്സസ് ഉള്ളതല്ലേ, 3-4 മണിക്കൂർ വേണം, 3 to 4 hours മിനിമം വേണമെന്ന് യുവതിയുടെ മറുപടി. എത്ര ടൈമാണ് ഉദ്ദേശിക്കുന്നത് എന്ന് ചോദിച്ചതിനുള്ള മറുപടിയാണ് 3 to 4 hours മിനിമം വേണം. അത് കഴിഞ്ഞിട്ട് ഒക്ടോബർ 20 വേറെ എവിടെ കാണാനാ ഉദ്ദേശിക്കുന്നേ എന്ന് ഫെനി നൈനാൻ തിരിച്ചു ചോദിക്കുന്നുണ്ട്. അതിന് ഒന്നില്ലെങ്കിൽ യുവതിയുടെ മറുപടിയാണ്, ഒന്നില്ലെങ്കിൽ ഫ്ലാറ്റ് അല്ലെങ്കിൽ കാറ് ഡ്രൈവ് ചെയ്യണം, ഫ്ലാറ്റിൽ കാണണം അല്ലെങ്കിൽ കാർ ഡ്രൈവ് ചെയ്തുകൊണ്ട് ഒരു 3-4 മണിക്കൂർ. ഓഫീസ് ഈസ് ആക്സസബിൾ ടു പബ്ലിക് മീഡിയ ആൻഡ് അതർ പാർട്ടി പീപ്പിൾ. പിന്നെ സ്റ്റാഫ് ഉണ്ടാവില്ലേ ഓഫീസിൽ എന്ന് യുവതി തിരിച്ചു ചോദിക്കുന്നുണ്ട്. ഇതിന് മറുപടിയായിട്ട് ഒക്ടോബർ 22 ഫെനി നൈനാൻ അത് പബ്ലിക് അല്ലേ, അവിടെ വേറെ ആരും അവിടെ ആര് വരുന്നു എന്ന് ആരും നോക്കൂല, ഫ്ലാറ്റ് ഓപ്ഷൻ അല്ല, ഒന്ന് പോലീസ് മാൻ ഉണ്ട്, സെക്യൂരിറ്റി ഉണ്ട്, ആര് വേണേലും അവർ മുകളിൽ ഇൻഫോം ചെയ്യും എന്നൊക്കെ പറയുന്നുണ്ട്. ഓഫീസ് ആയിരിക്കും കംഫർട്ടബിൾ എന്ന് ഫെനി നൈനാൻ പറയുന്നുണ്ട്. ഡേറ്റ് ഞാൻ നോക്കിയിട്ട് പറയാമെന്ന് ഫെനി നൈനാൻ പറയുന്നുണ്ട്. അതിന് മറുപടി, ഞാനൊരു ഫ്രണ്ടായിട്ട് വരുന്ന അവൻ എന്നെ ആക്കിയിട്ട് പോകും, അപ്പോൾ എന്നാ പ്രശ്നം, എടാ വേറെ ആരും കയറി വരില്ല, ഇൻ്ററപ്റ്റ് ചെയ്യില്ല, സേഫാണ്, പ്രൈവസി ഉണ്ടേൽ എനിക്ക് പ്രശ്നമില്ല, ഡെയിലി കുറേ ആൾക്കാർ കയറി വരുന്ന സ്ഥലത്ത് എങ്ങനെ ഇരുന്ന് ഒന്ന് സംസാരിക്കും, അല്ലെങ്കിൽ കാറിൽ ഒരു ഡ്രൈവ് പോവേണ്ടി വരും, ഞങ്ങൾ വരുന്ന കാർ എടുക്കാം, അപ്പോൾ MLA ബോർഡ് വെച്ചത് വേണ്ട എന്നൊക്കെയാണ് പറയുന്നത്. എന്താണെങ്കിലും ഒരു കാര്യം ഉറപ്പാണ്, 2024 ഏപ്രിലിൽ പീഡിപ്പിച്ചു എന്ന് പരാതി കൊടുത്ത യുവതി 2025 ഒക്ടോബറിൽ വിദേശത്ത് നിന്ന് വന്ന് രാഹുലിനെ കാണാൻ വേണ്ടി വെയിറ്റ് ചെയ്ത് രാഹുലുമായി മീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് രാഹുലിൻ്റെ സുഹൃത്തായ ഫെനി നൈനാനുമായി സംഭാഷണം നടത്തിയിരിക്കുന്നു എന്നുള്ള കാര്യം ഉറപ്പാണ്. അപ്പോൾ ഇതിൽ പീഡനം എവിടെയാണ്, ബലാത്സംഗം എവിടെയാണ്, ക്രൂരത എവിടെയാണ്, തുപ്പൽ എവിടെയാണ്, അടിക്കൽ എവിടെയാണ്? ഞാൻ മുമ്പേ പറഞ്ഞിട്ടുണ്ടായിരുന്നു നിങ്ങളോട്, തുപ്പിയതും അടിച്ചതും എന്ന് പറയുന്നത് ശരിയാണ്, പക്ഷേ അത് മുഖത്തല്ല, അത് മറ്റൊരിടത്താണ് എന്ന് ഞാൻ നിങ്ങളോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. എന്താണെങ്കിലും ആദ്യ കൂടിക്കാഴ്ചയിൽ 3-4 മണിക്കൂർ പീഡിപ്പിച്ച രാഹുലിനെ വീണ്ടും കാണാൻ വേണ്ടി ആ 3-4 മണിക്കൂറിന് വേണ്ടിയിട്ട് യുവതി വിദേശത്ത് നിന്ന് വന്നു, ഒരുപാട് ദിവസം വെയിറ്റ് ചെയ്ത് നിൽക്കുന്നു രാഹുലിനെ മീറ്റ് ചെയ്യാൻ വേണ്ടി. വളരെ വളരെ അത്ഭുതപൂർവമായ വളർച്ചയാണ് ഈ കേസിനുണ്ടാകുന്നത്. അതും സ്വാഹ ഇതും സ്വാഹ. ഒരു കാര്യമേ എനിക്ക് യുവതിയുടെ കാര്യത്തിൽ എനിക്ക് വളരെ സങ്കടം തോന്നുന്ന ഒരു കാര്യം, നിങ്ങൾ രാഹുലിനെ കണ്ടിട്ടില്ല എന്നോ നിങ്ങൾ രാഹുലുമായി അടുപ്പത്തിലല്ലായിരുന്നു എന്നോ ഇതൊന്നും ഞാൻ പറയുന്നില്ല. നിങ്ങളെ ഒരു തരത്തിലും കുറ്റപ്പെടുത്താൻ നമ്മൾ ആരും തയ്യാറല്ല. ഇവിടെ സംഭവിച്ചിരിക്കുന്നത്, നിങ്ങൾ രാഹുലുമായി വലിയ അടുപ്പത്തിലായിരുന്നു, പക്ഷേ 2025 ഒക്ടോബർ 22 വരെ ഉള്ള സ്ക്രീൻഷോട്ടുകൾ പ്രകാരം, അതിനുശേഷവും എന്ന് പറഞ്ഞാൽ 2025 തീരുന്നത് വരെ താങ്കൾക്ക് രാഹുലുമായി നല്ല ബന്ധങ്ങളായിരുന്നു. പിന്നെ എവിടെയാണ്, ഏത് പോയിന്റിലാണ് നിങ്ങൾ ഇങ്ങനെ ഒരു ബുദ്ധിമോശം ചെയ്യാൻ തുനിഞ്ഞു പുറപ്പെട്ടിറങ്ങിയത് എന്നുള്ളത് മാത്രം മനസ്സിലാവുന്നില്ല. അതിന് നിങ്ങളെ നിർബന്ധിച്ചവരും നിങ്ങളെ പ്രലോഭിപ്പിച്ചവരും നിങ്ങൾക്ക് കിട്ടിയ ഓഫറും എന്താണെന്ന് മനസ്സിലാവുന്നില്ല. അത് നിങ്ങളുടെ സ്വയം കുഴി തോണ്ടുന്ന അവസ്ഥയിലേക്കാണ് കാര്യങ്ങൾ കൊണ്ടു ചെന്നെത്തിച്ചത് എന്ന് മാത്രമേ നിങ്ങളോട് ഈ കാര്യത്തിൽ ഒരു വലിയ വേദനയോടുകൂടി പറയാനുള്ളൂ.